ഈ അതിലാനൂറ ഇഷ്യൂ ഇല്ലേ, അതിലാനൂറ ലക്ഷ്മി അതിനെന്താണ് പറയാ അതിനെ കുറിച്ച്? പറയാനുള്ളത് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും എല്ലാ പ്ലാറ്റ്ഫോമിലും വേറെ എന്തെങ്കിലും റിയാസിന്റെ ഒക്കെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? അത് ലക്ഷ്മിയിലാണോ കാണാൻ പോകുന്നത്? ഇല്ല, അങ്ങനെ പെർട്ടിക്കുലർലി ഒന്നുമില്ല. സിറ്റുവേഷൻ എല്ലാവരും ഉണ്ട്. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. കുഴപ്പമില്ല. ഐ ലൈക്ക് ജിസേൽ, ഐ ലൈക്ക് ആദില, നൂറ. ഓക്കെ, വേറെ എന്തെങ്കിലും? ബിഗ് ബോസ് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ആദ്യമായിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ്. വീണ്ടും ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. സോ ഫീൽസ് നൈസ്. റിയാസ് പോയത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രമാണോ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഞാൻ എന്നെ വിളിച്ചതുകൊണ്ട് ടാസ്കിന് വേണ്ടി പോയതാണ്. ഞാൻ ആരെയും എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ നടക്കട്ടെ. I don't know. മലയാളത്തിന്റെ പ്രശ്നം എനിക്കറിയില്ല. എന്താ പറഞ്ഞു? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഐ ജസ്റ്റ് കേം ഔട്ട്. എന്താ നല്ല കാര്യം. വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലാതെ വോട്ട് കിട്ടാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾറെഡി പ്ലാൻ ചെയ്ത ഗെയിമാണോ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്? പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ടാസ്കിന് വിളിച്ചു, പോയി, ജസ്റ്റ് എൻജോയ്, കേം ബാക്ക്, അത്ര വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ റിയാസ് കളിച്ച ഗെയിം കാണാൻ പറ്റും. അഭിഷേക് ശ്രീകുമാർ അറിയില്ല. നോ കോമന്റ്സ്. I don't like to talk about it. ജിസേൽ ഉണ്ടാവാം, അനുമോൾ ഉണ്ടാവാം, ഷാനവാസ് ഉണ്ടാവാം, ആദില ഉണ്ടാവാം, അങ്ങനെ കുറെ അനീഷ് ഉണ്ടാവാം, കുറെ പേരുണ്ടാവും. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഷിയാസ് കരീം വന്നിട്ട് അനുമോളുടെ പാവ അവിടുന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗെയിം ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് ഷിയാസ് കരീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല. ഒരു ഗസ്റ്റ് എന്ന റോളിൽ വന്നിട്ട് അനുമോളും ഷിയാസും ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ അവര് സീരിയസ് ആയിട്ട് എടുക്കത്തില്ലായിരിക്കും. അത് അങ്ങനെ കളയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഡോള് വലിയ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല, വേറെ കുറെ കോണ്ടന്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആയിരിക്കാം ഒരു പ്ലോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഹോട്ടലിലെ ടാസ്കിലാണ് പോയതെങ്കിലും റിയാസും ലക്ഷ്മി ഒരുപാട് വാക്ക് തർക്കങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഞാൻ ലക്ഷ്മി മാത്രമല്ല, ഞാൻ പല ആൾക്കാരുമായിട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നാളത്തെ എപ്പിസോഡിൽ കാണും. ഞാൻ പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിയിട്ടല്ല പോയത്. ഡിഫറൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, ടാസ്ക് ബേസ് ചെയ്ത് സംസാരിച്ചു, ടാസ്ക് ചെയ്യാൻ പോയി, ജസ്റ്റ് എൻജോയ്ഡ് ആൻഡ് കെയിം ബാക്ക്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. അത് ലാലേട്ടനല്ല, ജനറലി കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാരും ചീപ്പായിട്ടുള്ള കോൺവെർസേഷൻസും ചീപ്പായിട്ടുള്ള കോണ്ടന്റും കൂടുതലാണ് ഈ സീസൺസിൽ. അതുകൊണ്ടാണ്. താങ്ക് യു. റിയാസിന്റെ ഗെയിമൊക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും വീണ്ടും വന്നതെന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ റെസ്പോൺസും അഖിൽമാരും അഭിഷേക് ശ്രീകുമാറും കമന്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇങ്ങനെയുള്ള പേരെടുത്താൽ ഞാൻ സംസാരിക്കത്തില്ല. വളരെ നല്ല ഗെയിമാണ്. വളരെ ആക്റ്റീവ് ആയിട്ട് ആദിലയും നൂറയും ഗെയിം കളിക്കുന്നുണ്ട്. സ്പെഷ്യലി ആദില ഇസ് വെരി സ്മാർട്ട്. സോ ഐ റിയലി വിഷ് ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ നന്നായിട്ട് കളിക്കുന്ന, വളരെ നന്നായിട്ട് ഒരു റിലേഷൻഷിപ്പിനെയും ലവിനെയും പോർട്രേ ചെയ്യുന്ന ഹോമോസെക്ഷൽ കപ്പിൾ. സോ ഐ തിങ്ക് ദേ ഡിസേർവ് ഇറ്റ്. സോ ഞാൻ അവരെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. തെറപ്പിക്ക് പോയാലും ശരിയാവും. എന്തെങ്കിലും ട്രോമ ഉള്ളിൽ കിടക്കുന്നതായിരിക്കാം. അവർ 2018 കാലത്ത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്തായിരിക്കും? ലക്ഷ്മിന് വേറെ പ്രത്യേകിച്ച് പ്ലോട്ടോ കോണ്ടന്റോ ആക്റ്റീവായിട്ടോ ഒന്നുമില്ല. സോ എനിക്കൊന്ന് ലക്ഷ്മിനെയും സാബുമോനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി പ്രവീൺ വാസ് ബെറ്റർ. ബെന്നി എങ്ങനെയുണ്ട്? ബെന്നിനെ കുറിച്ച് Binny has content. Binny is sort of a Danya in our season. So yeah. റിയാസ് സലീം ഈ ബിഗ് ബോസ് കയറിയപ്പോൾ ലക്ഷ്മി കുറച്ച് സപ്പോർട്ട് കൂടിയെന്ന് പറയുന്നുണ്ട്.
കൂടിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞു. വേറെ ഒരു കോണ്ടന്റും ഇല്ലാതെ വേറെ പ്രത്യേകിച്ച് ആക്റ്റീവ് ആയിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് സപ്പോർട്ട് കിട്ടിയെങ്കിൽ ലെറ്റ് ദം ഹാവ് ഇറ്റ്. ബിഗ് ബോസ് ആരുടെയും ഫേവറിസം കാണിക്കുന്നുണ്ട്? അങ്ങനെ ബിഗ് ബോസിന് ഒരു സീസണിലും പ്രത്യേകിച്ച് അങ്ങനെ ഫേവറിറ്റിസം ആരുടെ കാണിക്കാറില്ല എന്നാണ് എന്റെ ഒരു ഐ മീൻ. ഓക്കെ, റിയാസിനെ പോലെ ഒരു ഗെയിം ചേഞ്ചർ ഈ സീസണിൽ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? വൈൽഡ് കാർഡ് അബ്സല്യൂട്ട്ലി നോ. റിയ സലീമാണ് വൈൽഡ് കാർഡിൽ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് What do you think? സ്വന്തം പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ഞാൻ പറയണോ ഞാനായിരുന്നു ബെസ്റ്റ് വൈൽഡ് കാർഡ്? അല്ല, അതാണ് പറയാനുള്ള കാരണം. I feel I was the best wild card. I don't know what other people feel. റിയാസ് ഇപ്പൊ second time ആണ് ലക്ഷ്മി ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ LGBT പറ്റി സംസാരിച്ചപ്പോൾ റിയ സലീമിന്റെ ഒരു സ്റ്റോറി കാണാനുണ്ടായി. ലക്ഷ്മിയുടെ വീട്ടിൽ സണ്ണിനെ പറ്റി സംസാരിക്കുന്ന രീതിയിൽ ഞാനല്ലല്ലോ സംസാരിച്ചത്, ലക്ഷ്മി താനല്ലേ സംസാരിച്ചത് സാറിനെ കുറിച്ച്. അഭിഷേക് ഒരു പ്ലീസ് ഡോണ്ട് ടേക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ നെയിം ഞാൻ ആൻസർ ചെയ്യത്തില്ല. റിയാസ് ഇപ്പൊ സെക്കൻഡ് ടൈം ആണല്ലോ പോകുന്നത്. ഒരാളിലേക്ക് മാത്രം ഫോക്കസ് പോകുന്നില്ല, അതായത് പലരേക്കും ഫോക്കസ് പോകണം. കഴിഞ്ഞ പ്രാവശ്യം പേര് ഡോമിനേറ്റിംഗ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് നിൽക്കുന്നില്ല. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡോമിനേറ്റ് ആയി വരുന്നല്ലേ. ഒരു സീസൺ തുടങ്ങുമ്പോഴേ, ഇപ്പൊ ഫിഫ്ത് സീസൺ തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും അറിയായിരുന്നു ആകെ അവിടെ ചിലപ്പം ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റേ ഉള്ളൂ എന്ന്. അപ്പൊ പിന്നെ ഒബ്വിയസ് അല്ലേ, പിന്നെ ആ സീസൺ കാണാൻ എന്താ ഇൻട്രസ്റ്റിംഗ്? ഒന്നുമില്ലല്ലോ. പിന്നെ മെജോറിറ്റിയുടെ അഭിപ്രായം ഈ സീസണിലെ കണ്ടന്റ് നിലവാരം വളരെ ക്വാളിറ്റി വളരെ കുറവാണ്. ഒബ്വിയസ്ലി കുറവാണ്. അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ആരുടെ ഭാഗത്തുനിന്നാണ്? ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിൽ നടക്കുന്നത്. എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വേർഡ്സ് ആകെ എഫേർട്സ് മാത്രമാണ് അബ്യൂസീവ് വേർഡ്സ്. ഇപ്പൊ മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അബ്യൂസ്. ഭയങ്കര കുറച്ച് ചീപ്പായിട്ട് ഇരിക്കുന്നു കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി. താങ്ക് യു. നോ കോമന്റ്സ്. സൺഡേ അടുത്ത് ആര് പോകണം? നോ കോമന്റ്സ്. സോറി, സൺഡേ ആര് പോകും? ആര് പോണെന്നോ? ആര് പോണെന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും പോണെന്ന് ആഗ്രഹിക്കുന്നില്ല. ലീസ്റ്റ് ആക്ടർ സാബുമോൻ ആൻഡ് ലക്ഷ്മി ഈസ് ഓൾസോ ലീസ്റ്റ് ആക്ടർ. സോ ഞാൻ കാരണമല്ലേ. റിയാസ് ജിസേൽ ആര്യൻ കോമനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോ ഞാൻ പോയാല് പിന്നെ വീണ്ടും പ്രത്യേകിച്ച് പ്ലോട്ട് ഒന്നും ഉണ്ടാകത്തില്ല. ജിസേൽ ആര്യൻ കോമനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പോട്ടെ. I need to go home. I need to sleep. റിയാസിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. Thank you so much. Appreciate it.